ശ്രീ അരുൺകുമാർ, ഇവിടെ മിഡിൽ ക്ലാസ്സിന്, മധ്യവർഗത്തിന് വലിയ നേട്ടം ഉണ്ടാകുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് നികുതി ഘടനയിലെ മാറ്റം എന്നത് വലിയ ജനപ്രിയമാവുകയും ഗുണപരമാവുകയും ചെയ്യുന്നൊരു കാര്യമാണ്. മധ്യവർഗം കൂടുതലുള്ള കേരളത്തിൽ സ്വാഭാവികമായിട്ടും കേരളത്തിന് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്ന ബജറ്റാണ് നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ചിരിക്കുന്നതെന്നാണ് ശ്രീ ഗോപാലകൃഷ്ണൻ ലോജിക്ക്. താങ്കൾ അതിനെ എങ്ങനെയാണ് കാണുന്നത്? ബജറ്റാണ് ഇത് എന്നതാണ് ഒരു എക്കോ ഉണ്ട്. ഒന്ന് സാങ്കേതിക പ്രശ്നം ഒന്ന് പരിഹരിക്കണം. എന്നാൽ വസ്തുതകൾ നോക്കിയാൽ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക? അദ്ദേഹം ചർച്ചയിൽ തുടങ്ങിയത് തന്നെ ദേശീയ സാമ്പത്തിക സർവേ റിപ്പോർട്ട് കേട്ടില്ലേ, അതിൽ കേരളത്തിന്റെ പേര് പറഞ്ഞല്ലോ എന്ന്. ഈ സാമ്പത്തിക സർവേ റിപ്പോർട്ട് കേരളത്തിന്റെ നേട്ടങ്ങളെല്ലാം പറഞ്ഞു എന്നുള്ളത് ശരിയാണ്. അത് കേരളത്തിലെ മാറി മാറി വന്ന ഗവൺമെന്റ് കഴിഞ്ഞ 1957 ശേഷം നടത്തിയ വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഉണ്ടായിട്ടുള്ള നേട്ടങ്ങൾ തന്നെയാണ്. പക്ഷെ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ കേരളത്തിന്റെ പേര് കേട്ടില്ലല്ലോ. ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് നമ്മളെല്ലാം നിരന്തരം ആവശ്യപ്പെട്ട ഇന്ത്യയിൽ നടന്ന പ്രകൃതി ദുരന്തങ്ങളിൽ 3ാം സ്ഥാനമുള്ള വയനാടിന്റെ പേര് കേട്ടില്ലല്ലോ. കേരളത്തിലെ ഏതെങ്കിലും ഒരു പദ്ധതിയുടെ പുതിയ പ്രഖ്യാപനങ്ങളെ കുറിച്ച് കേട്ടില്ലല്ലോ. കേരളത്തിലെ റെയിൽവേ വികസനത്തിന്റെ ഏതെങ്കിലും ഒരു വരി നമ്മൾ ഈ ബജറ്റ് പ്രസംഗത്തിൽ കേട്ടില്ല. എന്നിട്ട് പറയുന്നത് കേരളത്തിന് ഏറ്റവും അനുകൂലകരമായിട്ടുള്ള സാഹചര്യമാണ് ഈ ബജറ്റിൽ ഉള്ളതെന്ന. ആദായ നികുതി കൊടുക്കുന്ന എത്ര ആളുകളുണ്ട് ഇന്ത്യയിൽ? ഇന്ത്യൻ ജനസംഖ്യയുടെ 2% മാത്രമാണ് ആദായ നികുതി കൊടുക്കുന്നത്. അതിൽ ചെറിയ ആ 2%-ത്തിലെ ഒരു ചെറിയ വിഭാഗത്തിനാണ് ഇപ്പോൾ ഇതിലെ ഒരു വ്യത്യാസം കൊണ്ട് പ്രയോജനം കിട്ടുന്നത്. അത് മോശമാണെന്നല്ല പറയുന്നത്, അത് നല്ലതാണ്. പക്ഷേ കാർഷിക മേഖലയിലോ തൊഴിലില്ലായ്മ പരിഹരിക്കാനോ പണപ്പെരുപ്പം നിയന്ത്രിക്കാനോ ഏതെങ്കിലും ഒരു സത്വര നടപടി ഈ രാജ്യത്ത് പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടായോ? വയനാട്ടിനൊന്നും തന്നില്ലെന്ന് മാത്രമല്ല, വിഴിഞ്ഞം നമുക്കറിയാം ലോകത്ത് തന്നെ ഏറ്റവും വലിയ വികസന പ്രവർത്തനമായിട്ട് വിഴിഞ്ഞം മാറി. അന്താരാഷ്ട്ര കപ്പൽ ചാലിൽ നിന്ന് 11 നോട്ടിക്കൽ കിലോമീറ്റർ മാത്രം അടുത്തുള്ള 2045 പണി പൂർത്തീകരിക്കാൻ ആഗ്രഹിച്ചിട്ട് 2025 ആയപ്പോഴേക്കും വികസനത്തിന്റെ പുതിയ തലങ്ങളിലേക്ക് ഉയർന്ന പദ്ധതി 5000 കോടി രൂപയാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. ഒന്നും തന്നില്ലല്ലോ. അതുപോലെ വനം വന്യജീവി വിഷയത്തിൽ 1000 കോടി രൂപ നമ്മൾ ആവശ്യപ്പെട്ടു. 24,000 കോടി രൂപ മൊത്തത്തിൽ ആവശ്യപ്പെട്ടിട്ട് ഈ കേരളത്തിന് മാത്രം ഒരു പാക്കേജും ഇല്ല. ഇത് മാത്രമല്ല, മറ്റൊരു മേഖലയിലും കേരളത്തിന്റെ ആവശ്യങ്ങൾ പരിഗണിക്കുന്ന സാഹചര്യം ഉണ്ടായില്ല. രാജ്യത്തിന്റെ ഫെഡറലിസത്തെ തകർത്ത് ഒരു സംസ്ഥാനത്തിന് മാത്രം വാരിക്കോരി കൊടുക്കുന്ന സാഹചര്യം നമ്മൾ കാണുകയാണ്. ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. ഈ ഭരണം നിലനിർത്തണമെങ്കിൽ ബീഹാറിന്റെ പിന്തുണ വേണം. അതിനുവേണ്ടി എല്ലാം ബീഹാർ 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 എന്ന് പ്രഖ്യാപിക്കുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടത്. അതോടൊപ്പം തന്നെ ദാരിദ്ര്യം, ഇപ്പൊ കേരളത്തിൽ അതിദാരിദ്ര്യ സർവേ നടത്തി 60,000 പേർ അതിദാരിദ്ര്യ സർവേക്ക് കീഴിൽ കണ്ടെത്തി. അവരെ ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യാൻ ഈ നവംബർ മാസം 1 വൻ പ്രഖ്യാപനം നടത്തി. വൻ മാറ്റം വരികയാണ്. അതിദാരിദ്ര്യമുള്ളവർ കേരളത്തിൽ ഇല്ല എന്ന് പ്രഖ്യാപിക്കുകയാണ്. രാജ്യത്ത് അത്തരത്തിൽ ഏതെങ്കിലും ഒരു നടപടിക്രമങ്ങളിലേക്ക് മുന്നോട്ട് പോകാൻ ഒരു പദ്ധതി പ്രഖ്യാപിച്ചോ? തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുണ്ട് പറഞ്ഞത് കഴിഞ്ഞ തവണ കൊടുത്ത പണമുണ്ട് എന്നതാണ്. പക്ഷെ ഒന്ന് ചോദിക്കട്ടെ, തൊഴിലുറപ്പ് പദ്ധതിയിൽ പണിയെടുക്കുന്നവരുടെ കൂലി വർദ്ധിപ്പിക്കാനോ തൊഴിലിന്റെ എണ്ണം വർദ്ധിപ്പിക്കാനോ അതിനുവേണ്ടി മാറ്റിവെക്കുന്ന പണം വർദ്ധിപ്പിക്കുവാനോ ഒന്നും ചെയ്തിട്ടില്ല. അതായത് ഈ ബജറ്റ് ഏറ്റവും സാധാരണക്കാരെ കൂടുതൽ പട്ടിണിയിലേക്ക് തള്ളിവിടുന്ന, അതുപോലെ രാജ്യത്തിന്റെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റഴിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്ന, സ്വകാര്യവൽക്കരണത്തെ പ്രോത്സാഹിപ്പിക്കുന്ന, കോർപ്പറേറ്റുകൾക്ക് കൂടുതൽ വളരാൻ അവസരമൊരുക്കുന്ന ഒരു ബജറ്റാണ് എന്ന് ഈ ബജറ്റിന്റെ ആദ്യാവസാനം പരിശോധിച്ചാൽ നമുക്ക് കൃത്യമായി മനസ്സിലാക്കും. അതുകൊണ്ട് BJP എത്ര ന്യായീകരിച്ചാലും ജനങ്ങൾക്ക് കൃത്യമായി ഇത്തരം കാര്യങ്ങളിൽ ബോധ്യമുണ്ട്. അതുപോലെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം റബ്ബർ, നെല്ല്, അതുപോലെ തേങ്ങ, കേരളത്തിന്റെ കാർഷിക മേഖലയെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലുള്ള പ്രഖ്യാപനങ്ങളുമില്ല. റബ്ബറിന്റെ താങ്ങുവിലയുമായി ബന്ധപ്പെട്ടുകൊണ്ടോ മറ്റു കാര്യങ്ങളിലും എന്തെങ്കിലും ഒരു പ്രഖ്യാപനം ഉണ്ടെങ്കിൽ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുമല്ലോ. ഇപ്പൊ പറയുന്നത് കേരളത്തിനെല്ലാം കിട്ടി, വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിൽ കേരളം മുന്നിലാണ്, അതുകൊണ്ട് കേരളത്തിന് ഒന്നുമില്ല എന്ന ആക്ഷേപകരമായിട്ടുള്ള വർത്തമാനമാണ് കേന്ദ്രമന്ത്രി വരെ പറയുന്നത്. ഞാൻ ജയിച്ചാൽ മന്ത്രിയായാൽ എയിംസ് കേരളത്തിലേക്ക് അങ്ങ് കൊണ്ടുവരും എന്ന് പറഞ്ഞ കേന്ദ്രമന്ത്രിയെ പറ്റി കേൾക്കുന്നേ ഇല്ല. അപ്പൊ അതുകൊണ്ട് കേരളത്തെ നിശ്ചിതമായി അവഗണിക്കുന്ന ഒരു ബജറ്റാണ് ഈ ബജറ്റ്.